അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഇത് മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് തന്നെത്താനൊക്കെ ചെയ്ത്. അല്ല അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അങ്ങനത്തെ ഒന്നുമില്ല, പിന്നത്തെ പോലെയല്ല. കണ്ട് പഠിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. അതാ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പോസിബിൾ ആയത് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഗിത്താർ തന്നെ ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? ചേട്ടന് തബലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഗിറ്റാർ ഞാൻ ഈ തബലയാണ് വായിച്ചിരുന്നത് വെച്ചത്. തബല പക്ഷെ അങ്ങനെ ഈ ചിൽഡ്രൻസ് ഓർക്കസ്ട്രയിൽ വായിച്ച് ഇത്തിരി വലുതായിപ്പോയി. പിന്നെ എനിക്ക് അതിൽ നിന്ന്, അതായത് തബല ഇത്തിരി പണിയാണ്. ഈ തുകലൊക്കെ ഉണ്ടല്ലോ, വായിച്ച് വല്ല പൊട്ടിയായിട്ട് പോയാൽ പിന്നെ ഇതൊക്കെ ഊരി അവിടെ കൊണ്ടുപോയിട്ട് ശരിയാക്കി. തബല ഈ എന്താണ് അതിന് വാറെന്ന് പറയാം, അതൊക്കെ ഇട്ട് എടുക്കണമെങ്കിലൊക്കെ ഇത്തിരി പണിയാണ്. ഇതൊരു തലവേദന പിടിച്ച കേസാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇതിൽ നിന്നൊന്ന് മാറാം. അങ്ങനെയാണ് ഗിറ്റാറിലൊക്കെ പതുക്കെ തോണ്ടി. ചേട്ടൻ ഗിറ്റാറിസ്റ്റായിരുന്നല്ലോ, അപ്പം അത് ചേട്ടനോടും ചോദിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഈ സുലോചന ചേച്ചിയുടെ അവിടെ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ചോദിച്ചു, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ വായിച്ചത്, ഇങ്ങനെ ചേട്ടനെ കാണിച്ചത്, അത് നീ ഇങ്ങനെ വായിച്ചാൽ മതി എന്നൊക്കെ പറയും.